നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 18/6/2026 വ്യാഴാഴ്ച രാവിലെ റബ്ബർ വിലയ്ക്ക് എന്ത് കിട്ടുമെന്നുള്ള ആകാംക്ഷയിലാണ് മിക്ക റബ്ബർ കർഷകരും. നാളെയാണ് കേരള സർക്കാരിൻ്റെ പുതിയ ബഡ്ജറ്റ്. 100 രൂപ താങ്ങുവില കൊടുക്കുമെന്നാണ് UDF സർക്കാർ 102 സീറ്റും മറ്റുമായിട്ട് അധികാരത്തിലേറിയത്. വളരെയേറെ ശുഭപ്രതീക്ഷയിൽ മിക്ക റബ്ബർ കർഷകരും. ഇനി റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 276, RSS 5 271, ISN20 224, ലാറ്റക്സ് 60% DAXൽ 169 5 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 276, RSS 5 271. ഇതാണ് രാവിലത്തെ കൊച്ചി വില. അഗർത്തല വില നോക്കുമ്പോൾ RSS 3 263, RSS 5 260. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 305 രൂപ 16 പൈസ, RSS 5 കിലോ 304 രൂപ 73 പൈസ. ഇതാണ് വിദേശ വില. ഇന്നലെ ഒരാൾ ചോദിച്ചു, എന്തിനാണ് വിദേശ വില പറയുന്നത്? വിദേശ വില കൂടുമ്പോൾ ആനുപാതികമായി റബ്ബറിൻ്റെ വില കേരളത്തിലും വർദ്ധിക്കുന്നു. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിദേശ വില പറയുന്നത്. ഒട്ടുപാൽ വില നോക്കുമ്പോൾ 80% DRCയുള്ള ഒട്ടുപാൽ കിലോ 166, 60% DRCയുള്ള ഒട്ടുപാൽ കിലോ 124 രൂപ 50 പൈസ. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 266, ലോട്ട് 230 മുതൽ 235 രൂപ. കർണാടക വില നോക്കുമ്പോൾ RSS 3 271 രൂപ 50 പൈസ, RSS 4 271 രൂപ, RSS 5 265, ലോട്ട് കിലോ 231, ഒട്ടുപാൽ 158. ഇനി കേരളത്തിലെ വ്യാപാരിയില കോട്ടയം RSS 4 268, RSS 5 261, ISN20 221 രൂപ 50 പൈസ മുതൽ 222 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRCയുള്ള ഒട്ടുപാൽ കിലോ 148 മുതൽ 160 രൂപ. ഇനി ഫീൽഡ് ലാറ്റക്സ് കിലോ 231 രൂപ, ഫാക്ടറി വില 243 രൂപ. വിശദമായി നോക്കുമ്പോൾ 25% DRCയുള്ള 200 ലിറ്റർ ബാരലുള്ളത് 11,150, 30% DRCയുള്ള 200 ലിറ്റർ 13,980, 35% DRCയുള്ള 200 ലിറ്റർ ബാരലിന് 16,310, 40% DRCയുള്ള 200 ലിറ്റർ ബാരലിന് 11,640. ഇതാണ് ഫീൽഡ് ലാറ്റക്സിൻ്റെ വില. കേരളത്തിലെ മറ്റ് വില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 13,850, ഒരു പവന് 1,10,800. ഇന്നലെ വൈകിട്ട് 1 ഗ്രാമിൻ്റെ മുകളിൽ 25 രൂപ, ഒരു പവൻ്റെ മുകളിൽ 200 രൂപയാണ് കുറഞ്ഞത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 70, പച്ചത്തേങ്ങ 35, ചകരിയുള്ളത് കൊപ്ര എടുത്തപടി 129, അടയ്ക്ക പുതിയത് 360, പഴയത് 360, കാഞ്ഞിരക്കുരു 1,880, കയർ ഇടക്കയർ 10, കരിപ്പൊട്ട് കയർ 10 മുതൽ 15. കുരുമുളക് അൺകാർബിൾ കിലോ 692, കുരുമുളക് കാർബിൾ കിലോ 712, കുരുമുളക് പുതിയതായി 682, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സെല്ല് 155, കാപ്പിക്കുരു കിൻഡൽ 36,000. സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ 15 ദിവസം കൊണ്ട് പിടിച്ചത് 10 കോടിയുടെ ലഹരിയാണ്. കടലിലും കരയിലും ട്രെയിനിലും എയർപോർട്ടിലും തുറമുഖങ്ങളിലും വനത്തിലും കാരവാനിലും പരിശോധന ശക്തമാക്കി. അന്യസംസ്ഥാന തൊഴിലാളി കേന്ദ്രങ്ങളിൽ നിന്ന് പിടിച്ചാൽ മുതലാളി പ്രതിയാകും. ചെക്ക് പോസ്റ്റുകളിൽ ക്യാമറകൾ, കൺട്രോൾ റൂമുകളിൽ 24 മണിക്കൂർ വളരെയേറെ നിരീക്ഷണം. സ്കൂളുകളിൽ പ്രത്യേക നിരീക്ഷണ സ്ക്വാഡ്, നാടെങ്ങും രഹസ്യ പോലീസ്, കൈക്കൂലി വിജിലൻസ് കേസുകളിൽപ്പെട്ട ഉദ്യോഗസ്ഥരെയും നിരീക്ഷിക്കും. ഇതുവരെ 2,575 കേസുകൾ, 2,778 അറസ്റ്റ്. MDMA, കഞ്ചാവ്, ഹാഷിഷ്, ബ്രൗൺ ഷുഗർ എന്നിവയൊക്കെയാണ് പിടിച്ചത്. ജനങ്ങൾ വളരെയേറെ സഹകരിക്കുന്നുണ്ട് ഈ ലഹരി പ്രസ്ഥാനത്തിനെതിരെ അടിച്ചമർത്താൻ. ഭാവി തലമുറയെ, വരും തലമുറയൊക്കെ നമുക്ക് രക്ഷിക്കാം ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി.